ബോധമുള്ള ഒരു മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാം. മതത്തിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് നാടിനെ ഭിന്നിപ്പിച്ച് നാടിനെ കീറി മുറിക്കുക. RSSനെ എതിർത്ത ഈ സംഭവം 3 VC പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് അതിന് പിന്നിൽ മുസ്ലിം ലീഗ് അല്ലേ? മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയാണ്. 2025 4 VC പ്രോഗ്രാമിൽ പങ്കെടുത്തില്ലായിരുന്നോ? അന്ന് വിദ്യാഭ്യാസ മന്ത്രി എന്താണ് ആ വ്യക്തി സ്വാതന്ത്ര്യം അല്ലേ എന്നുള്ളത്. ഇന്ന് എന്തേ ആ വ്യക്തി സ്വാതന്ത്ര്യം മരിച്ചുപോയി? നിയന്ത്രിക്കുന്ന ഒരു ഭരണം വന്നു, സതീശൻ പറയാ മാപ്പ് പറയണം, മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള ഒരാൾ മാപ്പ് പറയണം എന്നൊക്കെ പറയുന്നതിനാണ് ഏകാധിപത്യം എന്ന് പറയാം. LDF പ്രാവശ്യം തോൽക്കാൻ കാരണം വളരെ സിമ്പിളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചേരോ മുസ്ലിം ലീഗിനാൽ നിയന്ത്രിതമായിട്ടുള്ള വലിയൊരു വോട്ട് ബാങ്ക് എന്തായി ഇടതുപക്ഷത്തെ കൈവിട്ട്, അല്ലാണ്ട് UDF എന്തെങ്കിലും ചെയ്തിട്ടാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി വർഗീയവാദികളാണ്. 22 പേരും ഒരു മതത്തിൽ നിന്നാണ് ജയിച്ചത്. ഇതൊക്കെ കേരളത്തിൽ ചർച്ചയാണ്. ഇവരല്ലേ വർഗീയവാദികൾ എന്നുള്ള ചിന്തന്റെ പേരിൽ തന്നെ വലിയൊരു സമൂഹം BJPയിലേക്ക് അടുക്കും. സഞ്ചാരികളുടെ പറുദീസാക്കം ഇത്രയും നല്ല ഒരു നാടാണ്, അതിനെ നശിപ്പിച്ചതാണ് ഇവിടുത്തെ LDF UDF. ഇനി നശിപ്പിക്കാനില്ല. നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, ഒരു 10 കോടി ഇവിടെ കൊണ്ടുവന്നിട്ടാൽ നിങ്ങൾക്ക് ഭയമായിരിക്കും. ഇവിടെ MA യൂസഫ് അലി പോലും കോടിക്കണക്കിന് രൂപ ഈ പറഞ്ഞ ഉത്തർപ്രദേശിലാണ് കൊണ്ടുപോയിട്ട്. ഉത്തർപ്രദേശ് വികസനമില്ലെന്നാ മലയാളികൾ പറയുന്നത്. UP എടുത്തു നോക്കിയ 4.5 കോടി മുസ്ലിങ്ങൾ മാത്രം ചെയ്യും. ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ മുസ്ലിങ്ങൾ ഈ രാജ്യത്താണ്, മോദി ഭരിക്കുന്ന രാജ്യത്താണ്. രാഹുൽ ഗാന്ധി കോൺഗ്രസും പറയുന്നത് രാജ്യത്ത് മൊത്തം പ്രശ്നമാണെന്ന്. ഇതൊരു പ്രശ്നമുള്ള ഒരു രാജ്യമാണെങ്കിൽ അയാൾക്ക് ടൂർ പോകാൻ സമയം ഉണ്ടാവില്ലായിരുന്നു. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കരണ്ടിയിൽ ജനിച്ചു വീണ ഒരാളാണ്. ഇയാൾക്ക് സാധാരണക്കാരൻ എന്ത് മനസ്സിൽ, അയാൾ ഇനി മരണം വരെ സാധാരണക്കാരന്റെ വേദന മനസ്സിലാക്കാനാണ്. ഇയാൾ പ്രധാനമന്ത്രി എങ്ങനെ ഉണ്ടാവും രാജ്യം? ഓളം തോണ്ടി പോലെ. സോ എന്തായിരിക്കും BJPയുടെ കേരളത്തിലെ ഫ്യൂച്ചർ? ഇപ്പോൾ ഈ RSSനെ എതിർത്ത ഈ സംഭവം, ഈ 3 VC പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് അതിൽ UDF ഇതിനെ കൃത്യമായി എതിർക്കുന്നത് നമുക്ക് കാണാം. ഇതിൽ VD സതീശൻ പണ്ട് RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തത് പോട്ടെ, എന്നാലും എനിക്ക് തോന്നുന്നു VD സതീശനെ ഇപ്പൊ ഇതിനെ തക്കതായി എതിർക്കുമ്പോ അതിന് പിന്നിൽ മുസ്ലിം ലീഗ് അല്ലേ? അതെയോ, മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയാണ്, വേറെ ആരുമല്ല. സതീശന് RSSനോടൊന്നും പ്രശ്നമില്ലായിട്ടാണല്ലോ MLA ആയ സമയത്ത് പോയിട്ട് പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത്. അല്ലെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഒരു 4-5 വർഷം മുമ്പ് വരെ ഇവിടെ RSSന് എന്തെങ്കിലും പ്രോഗ്രാമിൽ അല്ല, 2025 നമ്മൾ എത്ര 4 ആളുകൾ പങ്കെടുത്തി, 4 VC പ്രോഗ്രാമിൽ പങ്കെടുത്തില്ലായിരുന്നോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അന്ന് വിദ്യാഭ്യാസ മന്ത്രി എന്താണ് ആ വ്യക്തി സ്വാതന്ത്ര്യം അല്ലേ എന്നുള്ളത്. ഇന്ന് എന്തേ ആ വ്യക്തി സ്വാതന്ത്ര്യം മരിച്ചുപോയോ? സിമ്പിൾ ചോദ്യം. എന്താ വ്യക്തി സ്വാതന്ത്ര്യം മരിച്ചോ? അല്ല, ഇന്ന് ഭരണം മാറി. മുസ്ലിം ലീഗിനാൽ ജമാഅത്തെ ഇസ്ലാമിയാൽ നിയന്ത്രിക്കുന്ന ഒരു ഭരണം വന്നു, സതീശൻ പറയാ മാപ്പ് പറയണം. ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള ഒരാൾ മാപ്പ് പറയണം എന്നൊക്കെ പറയുന്നതിനാണ് ഏകാധിപത്യം എന്ന് പറയാം. ഞാനോ നിങ്ങളോ ഒരാളോട് മാപ്പ് പറയണം എന്ന് പറഞ്ഞാൽ അത് ആ രീതിയേ ഉള്ളൂ. നമ്മൾ വ്യക്തികളാണല്ലോ. ഇതൊരു ഭയങ്കരമായൊരു പദവിയിൽ, അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലെ 3 VC പറയാണ് മാപ്പ് പറയണമെന്ന്. ഇതിനെയാണ് ഏകാധിപത്യം എന്ന് പറയാം. ഇതിനെയാണ് ജനാധിപത്യ വിരുദ്ധത എന്ന് പറയാം. എവിടെയാണ് നിയമവിരുദ്ധമായിട്ട് ഇവരെന്തെങ്കിലും ചെയ്തു? ഈ 3 VC എടുത്താൽ നിയമവിരുദ്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇവർക്ക് കേസ് കൊടുക്കാനൊന്നും പറ്റൂല. ഈ മാപ്പ് പറയാന്നൊക്കെ പറഞ്ഞ മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമിനെ അങ്ങ് സുഖിപ്പിക്കുക, പ്രീണിപ്പിക്കുക എന്നല്ലാതെ അതിൽ കുറെ മണ്ടന്മാരായതുകൊണ്ട് ഇപ്പൊ എന്തോ മല മറിക്കുന്നു വിചാരിച്ച് കാത്തുത്തിരിക്കുക. കുറെ ഇന്നലെ വക്താവൊക്കെ ഉണ്ട് ഈ ചാനൽ ചർച്ചയിൽ പറയുന്നോ മുഖ്യമന്ത്രി നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഉണ്ടെടുക്കും. എന്ത് നടപടി എടുക്കാനാ? ഇത് നടപടി എടുക്കേണ്ടത് ചാൻസലറാണ്, ഗവർണറാണ്. അങ്ങോട്ട് ചെന്നാൽ മതി, എടുത്തെടുക്കും. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ മുസ്ലിം ലീഗ് ഇപ്പൊ വിശ്വസിക്കുക മുഖ്യൻ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനല്ല, ഓലെ സുഖിപ്പിക്കാൻ പറയാ, ഒന്നുമില്ല. ഇത് കഴിഞ്ഞ കൊല്ലം പോയിട്ട് ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പൊ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയാലൊക്കെ ഭരണം പോകുന്നതിന്റെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി വരുന്ന 5 കൊല്ലം കൊണ്ട് കേരളത്തിൽ വലിയൊരു മാറ്റമുണ്ട്. ഇപ്പോ ഇടതുപക്ഷം എന്താപ്പോ ഇടതുപക്ഷം വില മാപ്പാവോ മത്സരിക്കുക. സത്യം പറഞ്ഞാല് ഇവരെക്കാൾ തന്നാന്ന് പറയാ. അതായത് UDF ഒരു പടിയാണെങ്കിൽ അതിനൊരു 10 അടി കൊണ്ടു, കാരണം അവർ തകർന്ന തരിപ്പണായി. LDF പ്രാവശ്യം തോൽക്കാൻ കാരണം വളരെ സിമ്പിളാണ്. ന്യൂനപക്ഷ വോട്ട് അതല്ല, ഞങ്ങൾ ഇപ്പുറത്തേക്ക് ഒന്ന് പിടിച്ചോക്കട്ടെ പറഞ്ഞ് വേറെ കുറെ എന്തൊക്കെയോ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ചാടി കളിച്ചേരോ ഈ പറഞ്ഞ ന്യൂനപക്ഷ, ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗിനാൽ നിയന്ത്രിതമായിട്ടുള്ള വലിയൊരു വോട്ട് ബാങ്ക് എന്തായി ഇടതുപക്ഷത്തെ കൈവിട്ട്, അല്ലാണ്ട് UDF എന്തെങ്കിലും ചെയ്തിട്ടാണ്. UDF എന്ത്, ഞാൻ സിമ്പിള് VD സതീശൻ നേതൃത്വം കൊടുത്ത് എത്ര ഒരു മാർച്ചോ പ്രതിഷേധ മാർച്ചോ സമരോ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടുണ്ടല്ലോ.
ഇവിടെ VS അച്യുതാനന്ദനൊക്കെ പ്രതിപക്ഷ നേതാവൊക്കെ ആയ സമയത്ത് എന്തൊക്കെ നടത്തിയിരുന്നു? VD സതീശൻ ഒന്നും ശരിയില്ല. പിണറായി വിജയനും കൂട്ടർക്കും ഒന്ന് പാളിപ്പോയി എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തേക്ക് നിന്ന് ഇവിടെ ഭൂരിപക്ഷം അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഒരു ഐക്യം ഇല്ലാത്തതുകൊണ്ട് എന്താണ് സത്യസന്ധമായി പറഞ്ഞാല് വോട്ട് മൊത്തം കോൺഗ്രസിലേക്ക്. അതെന്തായി ഇപ്പുറത്ത് ഫുള്ള് ന്യൂനപക്ഷ വോട്ടുകൾ മൊത്തം കേന്ദ്രീകരിച്ച് കൃത്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് നേതൃത്വം കൊടുത്ത് ആ വോട്ട്. അല്ലാതെ ഇവരെന്തോ LDF എന്തെങ്കിലുമൊക്കെ ചേർത്ത് അവിടെ എവിടെയൊക്കെ ഉണ്ടാവും. ഇത്ര ജയിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? സതീശൻ പിന്നെ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയാന്നേ ഉള്ളൂ. ഇത് വളരെ വ്യക്തമാണ്. അതായത് ഈ പറഞ്ഞ LDF ഈ ഒന്ന് മാറ്റി ചവിട്ടി. കഴിഞ്ഞ പ്രാവശ്യം ജയിക്കാൻ കാരണം LDF ആയിരുന്നു. UDF-നേക്കാൾ വലിയ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിനെയും എല്ലാ ടീമിനെയും സപ്പോർട്ട് ചെയ്തിന്. ഈ പ്രാവശ്യം പിന്തുണ പിൻവലിച്ചു. ആ വോട്ട് ബാങ്ക് എന്താക്കി നേരെ പുറത്തേക്ക് വന്നു. അപ്പോൾ ഇത് LDF തിരിച്ചറിഞ്ഞു. ഇപ്പോഴത്തെ പാർട്ടി മീറ്റിങ്ങിലൊക്കെ തിരിച്ചറിഞ്ഞു. ഇപ്പം തന്നെ പറഞ്ഞു ഞങ്ങൾ വെള്ളാപ്പള്ളി അനുകൂലിച്ച് മാറി, ഞങ്ങൾ ഒക്കെ നിർത്തി, ഒക്കെ തെറ്റായിരുന്നു, ഒക്കെ മോശമാണ്, ഒക്കെ തെറ്റാണ്, എല്ലാ പാർട്ടി ഇന്ന് വരെ ചെയ്തൊക്കെ തെറ്റാണ്. കമ്പ്യൂട്ടറിൽ അണ്ടു അടിക്കുന്നത് പോലെ ഈ അണ്ടു അടിക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ തിരുത്തുന്നു പറഞ്ഞിട്ട് അവർ തിരുത്തി. എന്താണ് ഇനി അടുത്ത പ്രാവശ്യം LDF-ന് കിട്ടണേ അവർക്കറിയാം. ഈ ഒരു ക്രോഡീകരണം പറഞ്ഞു. ഇത് ഇവിടെ ഉള്ള ഒരു ബോധമുള്ള സമൂഹം തിരിച്ചറിയില്ലേ? ആ തിരിച്ചറിവിലൂടെയാണ് ഇവിടെ BJP അധികാരത്തിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. BJPയുടെ ഒരു ഭാവി എന്താണ് കേരളത്തിൽ കാണുന്നത്? ഇപ്പൊ 3 MLA-മാരുണ്ട്. ഈ 3 പേർക്ക് നമുക്കറിയാം 3 ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. BB ഗോപകുമാർ ചേട്ടനെ എടുത്ത ഓർഗാനിക്കായി വളർന്നു വന്ന നേതാവ് എന്ന് വെച്ചാൽ നമ്മളെ പോലെ സാധാരണ നമ്മുടെ വീട്ടിലെ ഒരു ചേട്ടനാണ് ഗോപകുമാർ ചേട്ടൻ. അത് നമുക്ക് ആ നിയമസഭയിലെത്തിയ ആ പ്രസംഗം കാണുമ്പോഴും നമുക്ക് വളരെ അഭിമാനം തോന്നുന്നത് അതുകൊണ്ടാണ്. മുരളീധരനിലേക്ക് വരുമ്പോ മുരളീധരൻ നമുക്ക് രാജ്യസഭാ MP ആയിരിക്കുന്ന കാലഘട്ടം മുതൽ നമുക്ക് സുപരിചിതനാണ്. അദ്ദേഹത്തിന്റെ ഒരു കഴിവ് എത്രത്തോളമാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും ഒരു ടെക്നോക്രാറ്റ് ആണ്. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോ അവര് BJP പൊതുവെ പറയാറുണ്ട് 3 30-ന്റെ പവറാണ്. അത് നിയമസഭയിൽ നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. സോ എന്തായിരിക്കും BJPയുടെ കേരളത്തിലെ ഫ്യൂച്ചർ? 100% ഉറപ്പാണ് BJP കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തും. അതിലൊരു സംശയമോ അതിലൊരു ചിന്തയോ ഒന്നും വേണ്ട. കാരണം ഒന്ന് UDF-ന്റെയും LDF-ന്റെയും വികസനം എന്ന് പറഞ്ഞൊരു കാര്യം അവർ തൊട്ടുപോലും നോക്കുന്നില്ല. അവരെന്നും അവർക്ക് പറയാനുള്ള BJP വിരുദ്ധത മാത്രമേ ഉള്ളൂ. മോദിയെ പറഞ്ഞ് പേടിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. ഒന്ന് വികസനം എന്ന് പറഞ്ഞ 2 ഇവിടെ LDF UDF ഇന്ന് മത്സരിച്ച് ചെയ്യുന്നത് വർഗീയതയാണെന്നുള്ളതും ഇവിടെ മലയാളികൾ തിരിച്ചറിയാൻ പോവാം. അപ്പൊ സ്വാഭാവികമായിട്ട് നാട് വളരണമെന്നും നാട്ടിൽ സമാധാനം ഉണ്ടാകുന്ന ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പതുക്കെ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ്, അവർ ഫ്ലെക്സ് ബോർഡിൽ മാത്രമാണ് മതേതരത്തുള്ളത്, അവരുടെ പ്രസംഗത്തിൽ മാത്രമാണ് മതേതരത്തുള്ളത് എന്നുള്ളത് ജനം തിരിച്ചറിയണം. അത് പുതുതലമുറയുള്ള എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും തിരിച്ചറിയുന്നുണ്ട്. അത് ഈ ഒരു കാലം എന്ന് പറയുന്നത് അത് അതിവേഗം തിരിച്ചറിയും. പണ്ടൊന്നുള്ളത് പോലല്ല. ഞാൻ പറയാം ഈ BJP അധികാരത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തുമെന്ന് പറയാൻ കാരണം പണ്ട് ഈ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഇന്നേ വരെ വളർന്നത് പോലല്ല ഒരു പാർട്ടി വളരുക. ഇപ്പം അതിവേഗം വളരും. കാരണം ടെക്നോളജി എത്രത്തോളം വളർന്ന എല്ലാ ആളുകളും ഫോണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിൽ വളരെ പെട്ടെന്ന് തന്നെ എന്താവും BJP അധികാരത്തിലേക്ക് എങ്ങനെ ഈ ഒരു യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ അതിവേഗം നമ്മളെ ഓരോ തെളിവുകൾ കാണുകയാണ്, വാർത്തകൾ വരികയാണ്, അതിവേഗം സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്. അപ്പോൾ BB ഗോപകുമാർ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു? BB ഗോപകുമാർ സഭയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ല, ഇത് രണ്ടാളും കൂട്ടുകെട്ടാണ്, ഞങ്ങളാണ് യഥാർത്ഥ പ്രതിപക്ഷം. അത് ജനങ്ങളിൽ വലിയ ചർച്ചയാക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തില് ഇനി BJPയുടെ ഒരു ഫ്യൂച്ചർ അതെന്താകുന്നു? ഇപ്പൊ നമുക്ക് 3 MLA-മാരുണ്ട്. ഒരിക്കലും കേരളത്തിൽ താമാര വിരിയില്ല എന്ന് പറഞ്ഞിരുന്നവർ തന്നെ ഇന്ന് BJP MLA-മാരെ സത്യപ്രതിജ്ഞ നേരിട്ട് കാണേണ്ട സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയി. 3 MLA-മാരും 30-ന്റെ ശക്തിയോട് കൂടിയിട്ടാണ് നിയമസഭയിലുള്ളത്. വളരെ വ്യക്തമാണ്. ഇടതും വലതും ഇവിടെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരക്ഷരം ഉണ്ടെന്നില്ല. ഇവര് പുട്ട് പീരിടുന്നത് പോലെ ഓരോന്നിനും മോദി അങ്ങനെ ആക്കും, അല്ല BJP ഇങ്ങനെ ആക്കും. ഈ പൊളിറ്റിക്സ് ഇവിടെ കേരളത്തിലെ ജനങ്ങൾ കേട്ട് മടുത്തുക്കുന്നു. വികസനം അവർ കൊണ്ടുവരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് വേണ്ടി എന്താ സാധാരണ ഒരാൾക്ക് സംബന്ധിച്ച് ഇവിടെ അവരുടെ ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് പോകണം, അവരെ ജീവിതത്തിൽ സൗകര്യങ്ങൾ കിട്ടണത് ഗവൺമെന്റിനാലാണെങ്കിലും ഒരു വില്ലേജ് ഓഫീസിൽ പോയാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നാണ് ഒരു സാധാരണക്കാരൻ്റെ ഒരു ലക്ഷ്യം, ചിന്ത. ഇതൊരു വില്ലേജ് ഓഫീസിൽ പോയാൽ പ്രശ്നം, താലൂക്ക് ഓഫീസിൽ പോയാൽ പ്രശ്നം, മറ്റെടുത്ത് പോയാൽ പ്രശ്നം, എല്ലാം പ്രശ്നം, ജീവിക്കാൻ പ്രശ്നം. ആ ഒരു രീതി മാറാൻ ഇടതിനും വലുതിനും കുറേ ആയിട്ട് ഇവർ മാറി കൊടുത്ത്. ഇനി BJP എന്നുള്ളത്, ഇനി എന്തുകൊണ്ട് BJP എന്നുള്ളത് വെച്ചാൽ പണ്ടുള്ളത് പോലല്ല.
ഇപ്പൊ ടെക്നോളജി ഒക്കെ വലിയ രീതിയിൽ വളർന്നു. ഓരോ ആളെ കയ്യിൽ സ്മാർട്ട് ഫോൺ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ സ്മാർട്ട് ഫോണിൽ ദിനം പ്രതി വിവരങ്ങൾ വരിക. ഇപ്പൊ BB ഗോപകുമാർ എന്താണ്, അദ്ദേഹം സഭയിൽ നിന്ന് പ്രസംഗിക്കുക, സുന്ദരമായിട്ടാണ് പറയുന്നത്, ഇടതും വലതും ഒന്നാണ്, ഒറ്റക്കെട്ടാണ്, ഞങ്ങളാണ് യഥാർത്ഥ പ്രതിപക്ഷം. ഇത് പറയാൻ നിയമസഭയിൽ ഇന്നേ വരെ ഒരാളിലായിരുന്നു. ഇന്ന് ഇത് പറയുമ്പോൾ കേരളം മൊത്തം ചർച്ച ചെയ്യാം. ശരിയാണല്ലോ, ഇവര് ടീമല്ലേ, ഇവര് ഡൽഹിയിലെത്തിയ ടീമാണ്, ഇവര് ഇവിടെ പാമ്പും ഗീരിയായിട്ട് നടക്കുക എന്നുള്ളൂ, ഇവര് നമ്മളെ പറ്റിക്കാണ്. ഇവിടെ എന്ത് വേണം, വികസനം വേണം, അതേപോലെ തന്നെ ഇവിടെ ഒരു പ്രതിപക്ഷം വേണം. അത് LDF അല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഗോപകുമാറൊക്കെ പറഞ്ഞ്, പിന്നെ അദ്ദേഹമായിട്ട് ഞാൻ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. വളരെ ലക്ഷ്യമൊക്കെ വെച്ച് ജീവിക്കുന്ന ഒരു കൃത്യമായിട്ടൊരു ജനങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയുന്ന ഒരാളാണ്. ഓർഗാനിക് ആയിട്ട് ഓരോ വട്ടം മത്സരിച്ച് വോട്ട് കൂട്ടി. അത് അദ്ദേഹത്തിന്റെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ നമുക്കറിയാം. നമ്മളായിട്ട് ഞാൻ ഒരു തവണയെ സംസാരിച്ചിട്ടുള്ളൂ, പക്ഷെ നമുക്ക് അദ്ദേഹത്തോടൊരു സ്നേഹമൊക്കെ തോന്നും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. വളരെ എന്താ പറയാ, ആളുകൾക്ക് അങ്ങനത്തെ ആളുകളെയാണ് ഇവിടെ BJP നിർത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആളുകൾ അവരിലേക്ക് എത്തും. ഇപ്പം സ്മാർട്ട് ഫോണുകൾ എടുത്തു നോക്കിയാൽ അറിയാം, BJP തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തു നോക്കിയാൽ മനസ്സിലാവാം, ഇത് മതഭേദമന്യേ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. അത് ഉത്തരേന്ത്യയിൽ എന്തോ പ്രശ്നമാണ്, മറ്റടുത്ത് എന്തോ പ്രശ്നം എന്ന് പറയുന്നത്. അതേ പാർട്ടി ഇവിടെ തലസ്ഥാന നഗരിയിൽ ഭരിക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും വേണ്ടി VV രാജേഷ് ചെയ്യുന്നു, ഗോപകുമാർ ചെയ്യുന്നു, രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നു. രാജീവ് ചന്ദ്രശേഖർ ഈ കഴിഞ്ഞ പ്രശ്നം വന്നില്ല, ഒരു കാറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് വലിയ പ്രശ്നം വന്ന് സ്പോട്ടിൽ ആ വീട് സാധാരണ ആളുകൾക്ക് മേൽക്കൂരിട്ട് കൊടുക്കുകയാണ്. സ്പോട്ടിൽ പറയുക, അല്ലാണ്ട് നിയമസഭയിൽ പാസ്സാകട്ടെ എന്ന് പറയുന്നില്ല. ഞാനൊന്ന് മുഖ്യമന്ത്രി അറിയിക്കാന്ന് UDF MLA പറയുമ്പോലല്ല, ഞാനത് നിങ്ങളിത് ചെയ്തോളി. ഇവിടെ ആ സാധാരണക്കാർ രംഗത്തിറങ്ങാണ്. രാജീവ് ചന്ദ്രശേഖർ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇത് പെട്ടെന്നായി, വലിയ ഉപകാരം എന്ന് പറയാണ്. V മുരളീധരനാണെങ്കിൽ രംഗത്തിറങ്ങാണ്, ലീഗിന്റെ വർഗീയത കൃത്യമായിട്ട് എണ്ണി പറഞ്ഞു കൊടുക്കാണ്. അതായത് UDFന്റെ വർഗീയത, LDFന്റെ വർഗീയത എന്ന് ഇവിടെ പറയാൻ ആളില്ലായിരുന്നു സഭയിൽ നിന്ന്. ഇതൊക്കെ പറയാൻ ഇപ്പൊ ഔദ്യോഗികമായിട്ട് MLA കിട്ടി. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി പച്ച വർഗീയവാദികളാണ്, മതപാർട്ടിയാണ്. മതത്തിന്റെ പേരിൽ മാത്രമാണ് അവർ മുന്നോട്ട് വന്നത്. 22 പേരും ഒരു മതത്തിൽ നിന്നാണ് ജയിച്ചത്. ഇതൊക്കെ കേരളത്തിൽ ചർച്ചയാണ്. അപ്പൊ ഇവരല്ലേ വർഗീയവാദികൾ എന്നുള്ള ചിന്തന്റെ പേരിൽ തന്നെ വലിയൊരു സമൂഹം BJPയിലേക്ക് അടുക്കും, തർക്കമില്ലാത്ത വിഷയം. അത് പിന്നെ ഈ വരുന്ന ഈ 3 പേര് എന്ന് പറഞ്ഞാൽ ഇവരുടെ പെർഫോമൻസ് ആണ്. ഈ 3 പേരും ഒന്നിനൊന്ന് മെച്ചതാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ മലയാളം പ്രശ്നം പറഞ്ഞ ആളുകളെ വായ അങ്ങ് കൂട്ടിപ്പോയതാണ്. മലയാളം അങ്ങനെ, ഈ മലയാളത്തിനൊക്കെ എതിരെ പറയാൻ കോൺഗ്രസിന് എന്താ? ഇവിടെ രാഹുൽ ഗാന്ധിക്ക് എന്ത് മലയാളം അറിയാം, ഈ പറഞ്ഞ പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് മലയാളം അറിയാം? ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്നിട്ട് പേര് പറയാണ് ഇത് പ്രശ്നമാണ്. രാജീവ് ചന്ദ്രശേഖരനും മലയാളം അറിയൂല. രാജീവ് ചന്ദ്രശേഖർ പച്ച മലയാളത്തിൽ സഭയിലെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയില്ലേ? അത് ഇത് ജനം ചർച്ച ചെയ്യും. V മുരളീധരൻ, ഗോപകുമാർ, ഇവരൊക്കെ പറയുന്ന ചർച്ച. ഈ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു പാർട്ടിന്റെ അടിമയൊന്നല്ല. കേരള സമൂഹം ഒരിക്കലും അടിമകളല്ലായിട്ടല്ലേ, മാറിയാണല്ലോ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ മാറ്റം വരും. ഒരു 3ാം മുന്നണി വളരെ പെട്ടെന്ന് തന്നെ കേരളം വളരെ സ്പീഡിലാണ് വരും. കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടി കാലം വരുമെന്നല്ല, അത്രയും സ്പീഡിലാണ് നമ്മളെ ജീവിതങ്ങൾ ഇപ്പൊ പോകുന്നത്. നമ്മുടെ ഫോണ് കാര്യങ്ങളൊക്കെ തെളിവ് ഇങ്ങനെ വരിക. ഇന്നിപ്പോ VV രാജേഷ് എന്ത് ചെയ്ത് നാളത്തെ പത്രം വരണ്ട, അല്ലെ ചാനൽ തുറന്ന് നോക്കണ്ട, ഏതോ കേബിൾ TV എവിടെ നോക്കിയിട്ട് പോയിട്ട് നോക്കണം. ഫോൺ എടുക്കുക, നെറ്റ് ഓൺ ആക്കി, അപ്പം നോട്ടിഫിക്കേഷൻ വരും. 4 ന്യൂസ് ചാനൽ തുടങ്ങിയാൽ ഇപ്പൊ ഒരാൾ ഒരു ചാനലും അല്ല കാണുന്നത്, ഇപ്പോ നിരവധി ചാനലുകൾ കാണും. അപ്പൊ ആ ഒരു മാറ്റം കേരളത്തിലുണ്ട്. പുതുതലമുറ ചിന്തിച്ച് മതത്തിന്റെ പേരിൽ ഒരു വർഗീയ പാർട്ടിക്ക് ബോധമുള്ള ഒരു മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാൻ പറ്റുമോ? എന്നെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റൂല. കാരണം അതൊരു വർഗീയതാണ്. നമ്മളെ നാടിനെ ഭിന്നിപ്പിക്കുക, മതത്തിന്റെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് നാടിനെ ഭിന്നിപ്പിച്ച് നാടിനെ കീറി മുറിക്കുക. അത് പറയാൻ പോലും ഇവിടെ ആളില്ല. ഇത് പറയാനിപ്പം കൃത്യമായ ലീഡേഴ്സായി കാര്യങ്ങളായി ഇവിടെ വലിയ രീതിയിൽ കേരളത്തിൽ മാറാൻ പോവാ. ബംഗാളിന്റെ സ്പീഡായിരിക്കും. ബംഗാളിൽ അതിന്റെ ഇടയ്ക്കൊരു ടൈം വന്നിന് 10-20 സീറ്റായിട്ട് ഒരു പ്രതിപക്ഷത്തിൽ. ഇവിടെ ആദ്യ സ്പീഡിൽ ഇവിടെ മാറും. കാരണം ജനം ചർച്ച ചെയ്യാം. BJPനെ മാറ്റി നിർത്തണം എന്ന് പറയാൻ കാരണം എന്താ ചോദിക്കും, ഉത്തരമില്ല. അപ്പൊ BJP വന്നാൽ കേരളം എങ്ങനെ മാറും? കേരളം വലിയ രീതിയിൽ വികസനം. ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്ത ഇവിടെ വലിയൊരു ഗുണമുണ്ട്. ജനങ്ങൾ വളരെ വലിയ രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആണ്, വളരെ വലിയ രീതിയിൽ ഉയർന്ന ചിന്ത നിലവാരമൊക്കെ ഉള്ള ജനങ്ങളാണ്. ആ സ്ഥലത്തേക്ക് വികസനം എത്തിക്കാൻ BJPക്ക് സാധിക്കും. അത് വളരെ സ്പീഡിലായിരിക്കും ഇവിടെ വികസനം ഉണ്ടാകും. കാരണം എയർപോർട്ടുകൾ മാറണം എന്ന് പറഞ്ഞ് ഉൾക്കൊള്ളുന്ന സ്പോട്ടിൽ കേരള ജനത
ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ടാക്സി വിളിക്കുന്നതിന് പകരം ബസ്സിൽ 100-200 രൂപ കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ കാലിക്കറ്റാണ് താമരശ്ശേരി എത്തുക എന്ന് പറയുന്നത്, ഒരു 100 രൂപക്ക് എത്തുക എന്ന് പറയുന്നത്, അത്തരം സൗകര്യങ്ങളിലേക്ക് കേരളം മാറും. വലിയ ഇപ്പൊ IT കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ഇവിടെ വികസിക്കും. കേന്ദ്രമായിട്ട് ടൈപ്പ് ചെയ്ത് കേരളത്തിനെ ഇവിടെ ഒരു സഞ്ചാരികളുടെ പറദീസാക്കാൻ പറ്റും. അത്രയും നല്ല ഒരു നാടാണിത്. അതിനെ നശിപ്പിച്ചതാണ് ഇവിടുത്തെ LDF UDF നശിപ്പിച്ച്. ഇനി നശിപ്പിക്കാനല്ല. ഒരു ബിസിനസ്, ഇപ്പൊ നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, നിങ്ങളൊരു 10 കോടി ഇവിടെ കൊണ്ടുവന്നിട്ടാൽ നിങ്ങൾക്ക് ഭയമായിരിക്കും. പക്ഷെ നിങ്ങൾ തമിഴ്നാട്ടിൽ കൊണ്ടുപോയിടും, നിങ്ങൾ ബാംഗ്ലൂർ കൊണ്ടുപോയിടും, നിങ്ങൾ ഗുജറാത്ത് കൊണ്ടുപോയിടും, ഉത്തർപ്രദേശ് കൊണ്ടുപോയിടും. ഇവിടെ MA യൂസുഫ് അലി പോലും ഇവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ ഈ പറഞ്ഞ ഉത്തർപ്രദേശിലാണ് കൊണ്ടുപോയിടുന്നത്. കേരളത്തിലൊക്കെ ഇടുന്നതിന്റെ 10 മടങ്ങ്, എത്രയോ മടങ്ങ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് വികസനമില്ലെന്ന മലയാളികൾ പറയുന്നത്. അതൊക്കെ മോദി വിരുദ്ധത BJP വിരുദ്ധതയല്ലേ? ലളിതമായിട്ട് ചിന്തിച്ചാലേ തെളിവ് നോക്കുന്നല്ലോ. അതൊക്കെ പറയാൻ എന്തറിയാതാള്. ഇവിടെ ഇപ്പൊ മുസ്ലിങ്ങളെ കേസ് എടുത്താൽ ഇവിടെ കുറെ ആൾ പറയും മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണോ അവർ വന്നാന്ന്. UP ഇവിടെ 3.5 കോടി ജനങ്ങളാണ്. നമ്മുടെ കേരളത്തില് ഇത് UP എടുത്തു നോക്കിയാൽ 4.5 കോടി മുസ്ലിങ്ങൾ മാത്രം ജീവിക്കുക. അവരാരും ഗൾഫ് കോടുന്നില്ല. കേരളത്തിൽ ഗൾഫ് കോഡ് പോലല്ല. അവിടെ തന്നെ ജോലി ചെയ്ത് അവിടെ തന്നെ ജീവിക്കുക യോഗിന്റെ UP. എന്നിട്ട് ഇവിടുന്ന് പറയാണ് BJP ഭരിച്ച എന്തോ പ്രശ്നം. ലോകത്ത് ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ മുസ്ലിങ്ങൾ ഈ രാജ്യത്താണ്. മോദി ഭരിക്കുന്ന രാജ്യത്താണ്. വേറെ എവിടെയല്ല, ഒരു ഗൾഫ് രാജ്യത്തും അല്ല, ഒരു ഇറാനിൽ, ഇറാഖിൽ, ഒരു സ്ഥലത്തില്ല. അത് ഇവിടെ മാത്രമാണ്. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളെയാണ് നമ്മൾ സുഡാപ്പി, ജിഹാദി, ആ ചിന്ത ഉണ്ടല്ലോ. ഈ നാട് നശിക്കണം എന്ന് ആഗ്രഹിച്ച് ഇതൊക്കെ മോശമാണ്, അതാണ് നല്ലതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്, വളരെ വലിയ മോശമാണ്. അത് നമ്മുടെ രാജ്യത്തിനോട് ചെയ്യുന്ന ഒരു ക്രൂരതയായിട്ടാണ്. നമ്മൾ ഈ കോൺഗ്രസ് പൊളിറ്റിക്സിനെ അനുകൂലിക്കുന്ന ഒരാളോട് എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അത് അവരുടെ പൊളിറ്റിക്സ്. ഇതൊരു ജനാധിപത്യത്തിന്റെ മഹത്വവും സുന്ദരം എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രതിപക്ഷവും ശക്തമാകുക എന്നുള്ളത്. പക്ഷെ നിലവിലെ രാഹുൽ ഗാന്ധിന്റെ നേതൃത്വത്തിൽ ശക്തമാവാതിരിക്കട്ടെ, അത് നമ്മുടെ രാജ്യത്തിന് ഗുണമല്ല. ഒരു ശക്തമായ ഒരു പ്രതിപക്ഷ രാജ്യത്ത് വേണം. അത് ജനാധിപത്യത്തിന്റെ സുന്ദരം. പക്ഷെ കോൺഗ്രസിന്റെ നേതൃത്വമാണ് തമ്മിലടിയായിട്ട് ഇവിടെ നമുക്കൊക്കെ ഇവിടെ നിൽക്കാൻ സമാധാനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവരൊക്കെ ഇവിടെ അധികാരം ഉറങ്ങുന്നുണ്ട്. ഇന്ന് സമാധാനം എല്ലാം ഉണ്ട്. ഒരിക്കലും രാഹുൽ ഗാന്ധിന്റെ നേതൃത്വത്തിൽ ഈ തല്ല് കൂടുമ്പോൾ തന്നെ പോട്ടെ എന്നുള്ളതാണ്. ഇപ്പം മമതയായിട്ട് അടിയാണ്, CPM ആയിട്ട് കേരളത്തിൽ തല്ലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്, അഖിലേഷ് യാദവായിട്ട് പ്രശ്നമാണ്, തേജസ്വി യാദവായിട്ട് പ്രശ്നമാണ്. ആരെ ആയിട്ടാണ് ഇപ്പൊ കോൺഗ്രസ് തല്ലില്ലാത്തത്? DMK ആയിട്ട്. DMKനെ രാജ്യം മൊത്തം സ്നേഹത്തിന്റെ കട തുറക്കാൻ കോൺഗ്രസ് കൊടുഞ്ചതിന്റെ കടാണ് തമിഴ്നാട്ടിൽ പോയിട്ട് തുറന്ന് രാഹുൽ ഗാന്ധി തുറന്നത്. അപ്പൊ DMK എത്ര പതിറ്റാണ്ടുകളായിട്ട് DMK വരെ ഒപ്പരാണ്. ആ DMKനെ ഒരു വഞ്ചിച്ചില്ലേ കോൺഗ്രസ്? നമ്മളെ കൂടെ ഉള്ള ഒരു 10 കൊല്ലമുള്ള ഒരു സുഹൃത്തിനെ നമുക്ക് പറ്റിക്കാൻ തോന്നുന്നു. അപ്പൊ വലിയ സംവിധാനം കോൺഗ്രസിന്റെ ഒപ്പം നിർത്തിക്കൊടുത്ത് MK സ്റ്റാലിൻ, ഇവരൊന്നും നല്ല ആളുകൾ നല്ല പറയുന്നത്, എന്നാലും ഒപ്പം നിൽക്കുന്നവരോട് ഒരു മാന്യത കാണിക്കുന്നുണ്ട്. കോൺഗ്രസ് അത് ചെയ്യുന്നില്ല. അല്ല, മാറിയിരിക്കുക. മമത മാറി, സകലരും മാറിയിരിക്കുക. ഇവരിങ്ങനെ തന്നെ തല്ലട്ടെ, രാജ്യത്തിന് ഗുണമാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഇവര് ശക്തി ആവാതിരിക്കണം. ഒരിക്കലും ഇവര് ശക്തി ആർജിക്കരുത്. എന്നും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ട് പോട്ടെ എന്നുള്ളത്. ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധിനെ പകരം ഒരാളും വരാതിരിക്കട്ടെ. ജോൺ ബ്രിട്ടാസ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞത്, ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻ എങ്കിലും ഞങ്ങൾക്ക് ഒരു പ്രതിപക്ഷ നേതാവായിട്ട് തരുമെന്ന്. ഫുൾ ടൈം പൊളിറ്റീഷ്യൻ, അതായത് സ്വന്തം മുന്നണിയിലുള്ള ഒരാളല്ലേ പറയാ, ഒരു ഫുൾ ടൈം. അത് ഈ അടി നടക്കുന്ന സമയത്തല്ല കേട്ടോ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഒരു 1-2 കൊല്ലം മുമ്പേറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഈ സമയത്ത് സ്വാഭാവികമായിട്ടും പറയും, പക്ഷെ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, പ്രധാനപ്പെട്ട ഒരു ബില്ല് വരുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ചർച്ച വരുമ്പോൾ ഇയാള് പട്ടായയിലോ മലേഷ്യയിലോ ഇത് ഫോട്ടോ എടുക്കുന്ന ഏതോ ജേർണലിസ്റ്റുകൾ ഒളിച്ചിരുന്ന് എടുക്കുക. ഇപ്പൊ നരേന്ദ്രമോദി ഒരു രാജ്യത്ത് പോവുകയാണെങ്കിൽ വളരെ വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ ചർച്ചയാണ്. അദ്ദേഹം വരുന്നത്, വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഒക്കെ വീഡിയോ ആണ്. ഫുൾ ടൈം കാണുകയാണ് നമ്മളൊക്കെ, എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റും. രാഹുൽ ഗാന്ധി ഒരു മുങ്ങിയാൽ ആരോ ഫോട്ടോ എടുത്തിടണോ? ആരെങ്കിലും ഫോട്ടോ എടുത്തിട്ടാലായി. കോൺഗ്രസിൽ തന്നെ എത്ര ആൾക്കറിയാം രാഹുൽ ഗാന്ധി എടുപ്പ്? ആർക്കും അറിയില്ല. അതായത് മുന്നണിയുള്ള ആൾക്കറിയണ്ടേ? ഇതൊന്നുമില്ല. ആവശ്യ സമയത്തെങ്കിലും കാണാൻ കിട്ടണമെന്നില്ല. അപ്പൊ ഇയാള് പ്രധാനമന്ത്രി എങ്ങനെ ഉണ്ടാവും രാജ്യം? കോളം തോണ്ടിപ്പോലെ. അതേ സമയത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 അധികാരത്തിലെത്തിയിട്ട് ഇന്നേ വരെ ഒരു ലീവ് എടുത്തിട്ടില്ലല്ലോ. 4400-ലധികം ദിവസങ്ങൾ പിന്നിട്ടു. നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത്, ഗൾഫ് രാജ്യങ്ങളിലെ രാജാക്കന്മാർ ലീവ് എടുത്തു പോകും.
യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആളുകൾ ലീവ് എടുത്തിട്ട് ഫാമിലി ആയിട്ട് ഭയങ്കര ആഘോഷത്തിന് പോകും. ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളും ലീവ് എടുക്കും. ഈ അദ്ദേഹം അതുപോലെ ഒരു ലീവ് എടുത്തിട്ട് എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് ലീവില്ല എന്ന് പറഞ്ഞൊരു ഫോട്ടോ നമ്മൾ കണ്ടോ? നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലേ. ഏതൊരു സ്ഥലത്ത് പോകുമ്പോഴും അതിന്റെ തനിമയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ട്. കേരളത്തിൽ വരുമ്പോ കേരളത്തിന്റെ തനിമയിലേക്ക്, അവിടുത്തെ സാധനങ്ങളിലേക്ക്. അതിലൊരു മാറ്റം എന്താ വെച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും മോദിന്റെ ഒരു മൂലക്ക് പോലെ എത്തണം. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കരണ്ടിയിൽ ജനിച്ചു വീണ ഒരാളാണ്. ഇയാൾക്ക് സാധാരണക്കാരൻ എന്ത് മനസ്സിലാവും? അയാൾ ഇനി മരണം വരെ അയാൾക്ക് സാധാരണക്കാരന്റെ വേദന മനസ്സിലാക്കാനാവില്ല. രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം അയാൾ ജനിച്ചത് രാജ്യത്തെ ഏറ്റവും ഉന്നതമായ കുടുംബത്തിലാണ്. രാജ്യത്തെ ഏറ്റവും പണാധിപത്യവും അധികാരാധിപത്യവും സകല സൗകര്യങ്ങളുള്ള ഒരു കുടുംബത്തിലാണ് രാഹുൽ ഗാന്ധി ജനിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി ജനിക്കുമ്പോൾ മുതൽ തന്നെ അറിയാം അധികാരത്തിലേക്ക് അടുത്ത പ്രധാനമന്ത്രി ആക്കണം എന്നുള്ള ലക്ഷ്യം കുടുംബത്തിനുണ്ട്. പ്രധാനമന്ത്രി, സാധാരണ ഒരു കുടുംബം ജോലി എന്നൊക്കെ പറഞ്ഞതിന് പകരം പ്രധാനമന്ത്രിയാണ് ലക്ഷ്യം. ഇങ്ങനെ ജനിച്ച് വളർന്ന ഒരാൾ സാധാരണക്കാരന്റെ വേദന അറിയേ അതൊരിക്കലുമില്ല. പക്ഷെ നരേന്ദ്രമോദി എന്ന് പറയുന്ന സാധാരണ ഇവർ കളിയാക്കുന്ന ചായക്കടയിൽ നിന്നിട്ടാണ് അദ്ദേഹം പൊളിറ്റിക്സ്. അതായത് ഇപ്പൊ എനിക്കും നിങ്ങൾക്കും വരെ അങ്ങനത്തെ കഥ പറയണ്ട. നമ്മൾ ബസ്സിൽ പോയത്, നമ്മൾ ക്യാമ്പസിലേക്ക് പോകുമ്പോൾ ബസ്സിൽ പോയ കഥകൾ പറയാണ്ടാവും. നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന കഥകൾ പറയാണ്ടാവും. ഇതൊക്കെ നരേന്ദ്രമോദിക്ക് ഉണ്ടാവും പറയാൻ. ഓരോ റെയിൽവേ സ്റ്റേഷന്റെ കഥ പറയാണ്ടാവും. ഓരോ സാധാരണക്കാരന്റെ കഥ. രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു കഥ ഉണ്ടാവും. അയാൾ ഈ ഫോട്ടോഷൂട്ടിന് ഏതെങ്കിലും കടയിൽ കയറി പയമ്പൊരി തിന്നൽ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് തുടങ്ങിയതാണ്. ഇതിലപ്പുറം എന്തെങ്കിലും ഒരു സാധാരണക്കാരന്റെ വിഷയം രാഹുൽ ഗാന്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? നരേന്ദ്രമോദി ആവാൻ കാരണം ഈ ഒരൊറ്റ കാര്യമാണ്. അതായത് മണ്ണിന്ന് വളർന്നു വന്നൊരു നേതാവ്, അല്ലാതെ തളികയിൽ നിന്ന് സ്വർണ്ണത്തളികയിൽ ജനിച്ച് സ്വർണ്ണത്തളികയിൽ വളർന്ന ഒരാളൊന്നുമല്ല. അദ്ദേഹം മണ്ണിനറിഞ്ഞ് ജനിച്ച് വളർന്ന് ആ രാജ്യവികാരം രാഹുൽ ഗാന്ധിക്ക് എന്തോ രാജ്യവികാരം ഉണ്ടോ തോന്നുന്നുണ്ടോ? നരേന്ദ്രമോദി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യത്തിന് ഇയാൾ വന്ന് കോപ്പി അടിച്ചിട്ട് ചെയ്യും. ഇപ്പൊ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസും പറയുന്നത് രാജ്യത്ത് മൊത്തം പ്രശ്നമാണെന്ന്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്, രാജ്യം എന്തോ തകരാൻ പോവാണ്, രാജ്യത്ത് ജനാധിപത്യമില്ല, രാജ്യത്ത് അതില്ല ഇതില്ല എന്നാവുന്നത് പോലെ പറയാം. ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ ഇയാളെടോ ടൂർ പോയിട്ട് സമയമാണപ്പോ ആണോ? അല്ല, ഇയാളിവിടെ മാർച്ചോ പ്രതിഷേധം നടത്തേണ്ട ഇയാൾ എന്ത് ചെയ്യുന്നത്? ടൂർ പോയില്ലേ? അപ്പൊ ഇയാൾ പറയുന്നത് കള്ളാന്ന് ഇയാളെ തന്നെ നോക്കിയാൽ മതി. ഇയാളെ നോക്കിയാൽ തന്നെ അറിയാം ഇയാൾ പറയുന്നത് കള്ളാന്നല്ലേ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇപ്പൊ അടുത്ത് ഏതോ ഷിപ്പിലോ അതും അത്യാഡംബര കപ്പൽ യാത്രകളിലൊക്കെ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വീഡിയോ. അതാണോ ഫുള്ള് പ്രശ്നമുള്ള ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവ്? ഇവിടെ സമാധാനവും സുന്ദരമായിട്ടാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന് ഒരു പണിയില്ലാത്തത്. അയാൾ ടൂർ പോയാലും ഇവിടെ ഒരു പ്രശ്നമില്ലാത്തതാണ് നരേന്ദ്രമോദിന്റെ മികവ. അയാൾ ഇനിയും കപ്പലുകളിലും അത്യാഡംബര യാത്രകളൊക്കെ നടത്തി അയാൾ ജീവിച്ചു പോട്ടെ. അത് ഇവിടുത്തെ നരേന്ദ്രമോദി ഉണ്ടാക്കിയ വികസനമാണ്. ഇതൊരു പ്രശ്നമുള്ള ഒരു രാജ്യമാണെങ്കിൽ അയാൾക്ക് ടൂർ പോകാൻ സമയം ഉണ്ടാവില്ലായിരുന്നു, അയാൾക്ക് ഈ കപ്പലിൽ പോകാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ അത്രത്തോളം മികച്ച രീതിയിലാണ് രാജ്യത്തിന് നരേന്ദ്രമോദി 2014 മുതൽ ഈ ഒരു സമയം വരെ ഇത്രത്തോളം വളർന്നു. ഇന്നിപ്പോ G7 സമ്മിറ്റ് അതില് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് എഴുന്നേറ്റിക്കുക. നരേന്ദ്രമോദി അടുത്തേക്ക് വന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് ഇരുന്നിട്ടേ ഉള്ളൂ. അതായത് സെക്കൻഡുകൾ ഇരുന്നപ്പോഴേക്ക് മോദിനെ അങ്ങോട്ട് കണ്ട സമയത്ത് അറിയാതെ എഴുന്നേറ്റിക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഡൊണാൾഡ് ട്രംപ് ഭയങ്കര ആദരവ്? അല്ല, അയാൾ ഈഗോന്റെ പീക്ക് ലെവലിൽ നടക്കുന്ന ഒരാളാ. ആര്? ഈ ട്രംപ് എന്ന് പറയുന്നത്. ആ ട്രംപ് പോലും നരേന്ദ്രമോദിന്റെ പ്രഭാവത്തിൽ എഴുന്നേറ്റ് പോയി. അത് ഇന്നത്തെ ന്യൂസാണ്, ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളൊരു സംഭവം. അപ്പൊ അത്രത്തോളം ട്രംപ് എഴുന്നേറ്റ് പോണേ എന്ത് ലെവലില് ഒരു നമ്മളൊരു വിദേശ രാജ്യത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പിന്നല്ലാതെയോ വലിയ വലിയ സ്വീകാര്യതാണ്. അത് പറഞ്ഞറിയിക്കാൻ നമ്മളോടൊക്കെ ഗൾഫിലും യൂറോപ്പിലൊക്കെ അല്ലെങ്കിൽ അമേരിക്ക ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഇഷ്ടം പോലെ പറയുന്നുണ്ട്. ഇഷ്ടം പോലെ ഒരു ഈ അടുത്തൊരു UN വർക്ക് ചെയ്യുന്ന മുരളി തുമ്മാരൂടിയൊക്കെ ഇപ്പൊ അടുത്തൊരു സാധനം ഇരിക്കുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലിച്ച് ചെയ്യുന്ന ആളാണ്. എന്നിട്ട് പോലും പറയുന്നുണ്ട് വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് രാജ്യത്ത്. ഈ കാലം എന്ന് പറയുന്നത് വലിയ മാറ്റം ഉണ്ടായിട്ടുള്ളൂ. അതായത് എല്ലാ പൊളിറ്റിക്സ് ഉള്ളവരും അത് അംഗീകരിക്കുന്നു. അത് അല്ലെങ്കിൽ BJP അനുകൂലി, മോദി അനുകൂലി, എല്ലാ പൊളിറ്റിക്സ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ട്രംപ് എഴുന്നേറ്റിക്കണം ഏത് ലെവലിൽ എത്തണം. ബാക്കിയുള്ള ആളൊക്കെ ഇവിടെ ഉള്ള സാധാരണക്കാരാൻ വിചാരിക്കാം. ട്രംപ് അങ്ങ് എഴുന്നേറ്റ് വയ്ക്കുക. ട്രംപിന് എത്ര അഹങ്കാരവും എത്ര ഈഗോ എത്ര ഇതുള്ള ആളാ. അദ്ദേഹം പോലെ എഴുന്നേറ്റ് നിൽക്കുന്ന ലെവലിലേക്ക് രാജ്യ പുരോഗതിയാണ്. ഈ രാജ്യം വളരുന്നത് കൊണ്ടാണ് മോദിക്ക് ഇത്ര വില.
അതെ. ഈ രാജ്യം സുന്ദരാകുമ്പോഴാണ്, രാജ്യം പുരോഗതിയാകുമ്പോഴാണ് നരേന്ദ്രമോദിന് അത്രയും സ്വീകാര്യത. രാജ്യം വളരെയാണ്. ദരിദ്രരായിട്ടുള്ള ഒരു സമൂഹത്തിനെ വളർത്തല്ലേ ഒരു ആ രീതിയിലേക്ക്. അപ്പോൾ നരേന്ദ്രമോദിക്ക് പകരം നരേന്ദ്രമോദി മാത്രമേ, വേറൊരാളും. അപ്പൊ അതിനൊക്കെ വേണ്ടി വീഡിയോ ചെയ്യാതെ ഞാൻ അഭിമാനത്തിലാണ് കാണുന്നത്. എന്നും അത് പരമാവധി മുന്നോട്ട് കൊണ്ടോട്ടെ എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ദേശീയതയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും കാണാൻ സാധിച്ചതിൽ, ഇത്രയും സമയം നമുക്കൊപ്പം സംസാരിച്ചതിൽ. താങ്ക് യു. നമസ്തേ.